പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ആൻഡ്രോയിഡ് ഡബ്ല്യുഡബ്ല്യുയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ എ.ജെ. ലീയുടെ ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ സൂപ്പർ താരമായ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള വലിയൊരു സൂചന ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവസാനമായി നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ് ജെറിക്കോയുമായി സംബന്ധിച്ചുള്ള ആ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് AEW റെസ്ലറായ ആൻഡ്രാഡയെ സംബന്ധിച്ചാണ്. ആൻഡ്രാഡെ ഡബ്ല്യുഡബ്ല്യുയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് നടന്ന AEWൻ്റെ വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂ കഴിഞ്ഞതിന് ശേഷം ആൻഡ്രാഡയുടെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ മിറോ എന്ന റെസ്ലറിനെയാണ് ആൻഡ്രാഡെ നേരിട്ടത്. മത്സരത്തിൽ ആൻഡ്രാഡെ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരം തുടങ്ങുന്നതിന് മുൻപ് പേപ്പർ വ്യൂ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആൻഡ്രാഡെ AEWയിൽ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു അപ്ഡേറ്റും പുറത്തേക്ക് വന്നിരുന്നു. മിറോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ആൻഡ്രാഡയുടെ കോൺട്രാക്റ്റ് AEWയുമായിട്ടുള്ളത് ഏകദേശം അവസാനിച്ചു എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പേപ്പർ വ്യൂ കഴിയുന്നതിന് ശേഷമുള്ള മീഡിയ സ്ക്രം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു ജേർണലിസ്റ്റ് ആൻഡ്രാഡയെ സംബന്ധിച്ച് AEW ഓണറായ ടോണി ഖാനോട് ചോദിച്ചപ്പോൾ ടോണി ഖാൻ പറഞ്ഞത് ആൻഡ്രാഡയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2023 അവസാനം വരെ മാത്രമേ ആൻഡ്രാഡയുമായി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ആൻഡ്രാഡയുമായി ഞങ്ങൾ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും ടോണി ഖാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആൻഡ്രാഡെ AEW കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ്രാഡെ AEW കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഡബ്ല്യുഡബ്ല്യു ആണ് മറ്റൊരു ചോയ്സ് ആയിട്ട് മുന്നിലുള്ളത്. കൂടാതെ ഡബ്ല്യുഡബ്ല്യുയിലേക്ക് ആൻഡ്രാഡെ തിരികെ വരാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ട്രിപ്പിൾ എച്ച് ആണ് നിലവിൽ ക്രിയേറ്റീവ് ഹെഡായി എല്ലാതും കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ്രോയിഡയുടെ ഗേൾ ഫ്രണ്ട് ഷാർലറ്റ് ഫ്ലെയർ ഒരു ടോപ്പ് സ്റ്റാർ പോലെ നിലവിൽ ഡബ്ല്യുഡബ്ല്യുയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആൻഡ്രാഡെ ഡബ്ല്യുഡബ്ല്യുയിലേക്ക് തിരികെ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ആൻഡ്രാഡയെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് മുൻ ഡബ്ല്യുഡബ്ല്യു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഡിവാസ് ചാമ്പ്യനായിരുന്ന A.J. ലീയുടെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. A.J. ലീ ഡബ്ല്യുഡബ്ല്യുയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളൊരു റൂമേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ഫോട്ടോസും വീഡിയോസും പങ്കുവെച്ചുകൊണ്ട് A.J. ലീ ആ ഒരു റൂമേഴ്സിനെ കത്തിച്ച് നിർത്തുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. A.J. ലീയും CM പങ്കും A.J. ലീ ആ ഒരു ഹീൽസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റിങ്ങിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അവർ അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ CM പങ്കാണ് A.J. ലീയുടെ ഒരു ട്രെയിനിങ് പാർട്ണറായിട്ട് ആ ഒരു റിങ്ങിൽ ഉള്ളത്. അപ്പോൾ അവർ ആ ഒരു റെസ്ലിംഗ് റിങ്ങിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ A.J. ലീ ഇപ്പോൾ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് A.J. ലീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. കൂടാതെ A.J. ലീ പങ്കുവെക്കുന്ന മറ്റൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി താരത്തിൻ്റെ റിംഗ് ഗിയറിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് A.J. ലീ തിരികെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. തിരികെ വരികയാണെങ്കിൽ അത് ഡബ്ല്യുഡബ്ല്യുയിലേക്കാകാനും സാധ്യതയുണ്ട്. കാരണം A.J. ലീയുടെ ഹസ്ബൻഡും ഡബ്ല്യുഡബ്ല്യുയിലെ സൂപ്പർ താരമായ CM പങ്കിൻ്റെ ഒരു തിരിച്ചുവരവ് സർവൈവർ സീരീസിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പോൾ CM പങ്കിന് പിറകെ A.J. ലീയുടെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. A.J. ലീക്ക് തിരികെ വരാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് അത് റോയൽ റംബിളിലെ വുമൻസ് റോയൽ റംബിൾ മത്സരം തന്നെയാണ്. ചിലപ്പോൾ 30ാമത്തെ എൻട്രിയായി A.J. ലീയുടെ ഒരു വരവും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ A.J. ലീയെ സംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. A.J. ലീയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്രിസ് ജെറിക്കോയെ സംബന്ധിച്ചുള്ളതാണ്. ക്രിസ് ജെറിക്കോയെ സംബന്ധിച്ച് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായി ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ക്രിസ് ജെറിക്കോ AEWയിൽ NDA എന്ന് പറയുന്ന നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ക്രിസ് ജെറിക്കോ തന്നെ മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് AEWൻ്റെ ബാക്ക് സ്റ്റേജിലുള്ള ഫൈറ്റുകളെ സംബന്ധിച്ച് പുറത്തു പോയി സംസാരിക്കാൻ പാടില്ല, പബ്ലിക്കിനോട് സംസാരിക്കാൻ പാടില്ല, ഇൻ്റർവ്യൂവിലൊന്നും പറയാൻ പാടില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് അത് AEW റെസ്ലേഴ്സൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് ക്രിസ് ജെറിക്കോ സൈൻ ചെയ്തിട്ടില്ലെന്നാണ് ക്രിസ് ജെറിക്കോ പറയുന്നത്. പക്ഷേ ക്രിസ് ജെറിക്കോ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഒരു റെസ്ലിംഗ് ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഒരു വക്കീലും ഇപ്പോൾ അവരൊരു ആരോപണം പോലെ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു
തർക്കം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ വലിയൊരു ആരോപണം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് 2019 ഒരു ഇൻസിഡൻറ്റിനെ സംബന്ധിച്ചാണ്. കെയ്ലി റേ എന്ന് പറയുന്ന ഒരു വുമൺ റെസ്ലർ 2019 ചെറിയ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ AEWയിൽ വർക്ക് ചെയ്തിരുന്നു. താരം പിന്നീട് റിലീസ് ആവശ്യപ്പെട്ട് കമ്പനി വിട്ടു പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ക്രിസ് ജെറിക്കോയുടെ റൂമിലേക്ക് ആ ഒരു താരത്തിന് പോകേണ്ടി വരുന്നതും അവിടെ ഒരു ദുരനുഭവം ഉണ്ടായതായിട്ടും ഇപ്പോൾ ഒരു അലിഗേഷൻ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ അതും ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ ഒരു 1-2 ആരോപണങ്ങൾ ക്രിസ് ജെറിക്കോയെ ഒരു തെറ്റുകാരനാക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നടങ്കം ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ ആരാധകർ തിരിയുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ക്രിസ് ജെറിക്കോ ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന ഫൈറ്റുകൾ എല്ലാം ഒതുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ നിൽക്കുന്ന ഒരു റെസ്പെക്റ്റഡ് വെറ്ററൻ റെസ്ലർ എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. അതേ ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അത് ക്രിസ് ജെറിക്കോയ്ക്ക് പിറകിലും ഒരു മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ് ജെറിക്കോയുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഇത്ര വലിയൊരു ചർച്ചാ വിഷയമായി റെസ്ലിംഗ് ലോകത്ത് മാറുന്നത്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അലിഗേഷൻസ് അത് ഇന്ന് കഴിഞ്ഞ വേൾഡ്സ് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൻ്റെ ഇടയിൽ ഒരു ചാൻറ്റ് പോലെയൊക്കെ വന്നിരുന്നു. അതായത് കെയ്ലി റേ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ പേര് NDA എന്ന് പറയുന്ന നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാധകർ ചാൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാലും ക്രിസ് ജെറിക്കോയുടെ ഭാഗത്ത് മറുപടി നമുക്ക് ഇതിനോടനുബന്ധിച്ച് കേൾക്കാൻ സാധിച്ചില്ല. ടോണി ഖാനോട് മീഡിയ സ്ക്രമിൽ ചോദിച്ചപ്പോൾ ടോണി ഖാൻ പറയുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന വാർത്തകളോട് താൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. AEWനൊരു ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ട്, അവർ എന്തായാലും അന്വേഷിക്കട്ടെ, അന്വേഷിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാമെന്നാണ് ടോണി ഖാൻ പറയുന്നത്. ക്രിസ് ജെറിക്കോയ്ക്ക് നേരെ കുറേയധികം ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ചർച്ചയാണ് റെസ്ലിംഗ് ലോകത്ത് നടക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ WWE കരിയറിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് താരം കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജോൺ സിന തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡ് ബെസ്റ്റ് ഓഫ് 2023 എന്ന സ്മാക്ഡൗൺ എപ്പിസോഡായിരുന്നു. ആ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആരാധകർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ, ഒരു അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോയുമായി ജോൺ സിന വരുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ 2023 ചെറിയൊരു കുഴപ്പമില്ലാത്ത ഒരു ഷോർട്ട് ടൈം റണ്ണ് ജോൺ സിന നടത്തിയതിനെ സംബന്ധിച്ചും ആരാധകർ അദ്ദേഹത്തിന് നൽകിയ സ്നേഹത്തെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. ഇനി തനിക്ക് എത്ര കാലത്തോളം ഇനി റെസ്ലിംഗ് റിംഗിൽ ചിലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും ജോൺ സിന പറയുന്നുണ്ട്. ഇനി എന്നാണ് തനിക്ക് തിരികെ വരാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചും ജോൺ സിന ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം റിട്ടയർമെൻറ്റിൻ്റെ സൂചന നൽകുന്നുണ്ട്. റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം ഉടനെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന റോയൽ റംബിളിൽ ജോൺ സിന വരും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. അതിനുശേഷം വരുന്ന റെസ്ൽമേനിയ 40 ജോൺ സിനയ്ക്ക് മത്സരം ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. എന്തായാലും 2023 കുഴപ്പമില്ലാത്ത ഒരു റണ്ണ് ജോൺ സിന നടത്തി. അതിനെ സംബന്ധിച്ചാണ് ജോൺ സിന കൂടുതലും പങ്കുവെക്കുന്നത്. പക്ഷേ റിട്ടയർമെൻറ്റ് ജോൺ സിനയുടെ ഭാഗത്ത് നിന്ന് ഉടനെ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം പോലെ കേൾക്കാനും സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.